ഹായ്, ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖമാണെന്ന് കരുതുന്നു. ഇതൊരു സ്ഥിരം പല്ലവിയായിപ്പോയി കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? എനിക്കും സുഖമാണെന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ അത് രാവിലെ എന്ന് പറയാൻ പറ്റില്ല, ഒരു 10 മണിയൊക്കെ ആയപ്പം തുടങ്ങിയ ഒരു വ്ളോഗാണ്. അപ്പോൾ ഇന്ന് മന്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കിട്ടുമ്പോൾ എന്തായാലും കുറച്ച് സമയം എടുക്കും. അതിനിടയ്ക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആക്കാൻ വിചാരിച്ചു. രാവിലെ തന്നെ ചിക്കൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിന്. എന്നാലും ഒരു 9-10 മണിയൊക്കെ ആവും കേട്ടോ കൊണ്ടുവരുന്ന സമയത്ത്. അതിനിടയ്ക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെക്കണം. സാധാരണ ഞാൻ പേസ്റ്റാക്കി വെക്കലുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചതച്ച് എടുക്കണ്ടേ, നമുക്ക് അരച്ചെടുക്കണ്ടേന്ന്. അതുകൊണ്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് ആ ചതച്ചത് കുറച്ചുണ്ട് കേട്ടോ, അത് എടുക്കുന്നില്ല. എന്തായാലും കുറച്ച് ടൈമും ഉണ്ട് നമ്മൾ ചിക്കൻ കൊണ്ടുവരുന്നത് വരെ. അതുകൊണ്ട് പിന്നെ പണികളൊക്കെ അങ്ങനെ ചെയ്യാമെന്ന് വെച്ച് അതിനിടയ്ക്ക് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. എല്ലാം കൂടി ഇപ്പുറത്തൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ സാധനം ചിക്കൻ കൊണ്ടുവരാൻ കുറച്ച് വൈകിയപ്പോൾ ഞാൻ ബാക്കിയുള്ള പണികൾ എടുക്കുക വെച്ചിട്ടാണ്. ഞാൻ ചിക്കൻ മന്തിയുടെ പിന്നെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കാണണം കേട്ടോ. നമ്മളെ ഉള്ളിയും തക്കാളിയും പിന്നെ എന്താ പറയുക, മാഗി ക്യൂബ്, വെളുത്തുള്ളി ഒക്കെ കൂടി ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതെന്താ വലിയ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നുണ്ടേ നന്നായിട്ട് അരിഞ്ഞ് കിട്ടുന്നില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് ആ ചെറിയൊരു ജാറിലാകത്തല്ലേ വൃത്തിക്ക് കിട്ടുമല്ലോ. ഇത് എൻ്റെ എല്ലാ ജാറും പോയിട്ടുണ്ട്. ഒന്ന് ചോരുന്ന്, ഒന്ന് മൊത്തം എന്തൊക്കെയോ അതിൻ്റെ അടിയിൽ ഇതൊക്കെ പോയിട്ടുള്ളതാണ്. കണ്ടോ, ഈ മിക്സി ഇടയ്ക്കിടക്കേ നന്നാക്കിക്കൊണ്ടിരിക്കും. എന്നാലും അതിൻ്റെ ഓരോ സാധനം വേറെ വേറെ ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇതിനകത്ത് 2-3 പ്രാവശ്യമായിട്ട് അരച്ച് മരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലേഡൊക്കെ മൊത്തം പോയിട്ടുണ്ടെന്ന് തോന്നും. അത് നമ്മൾ മന്തി ഉണ്ടാക്കുന്ന ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡീറ്റെയിൽഡായിട്ട് മന്തിയുടെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഷോർട്സ് കുക്കിംഗ് വീഡിയോ കാണാനില്ല താല്പര്യം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടിട്ടുള്ളത്. പിന്നെ അതൊപ്പം ഞാൻ അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചിക്കൻ കൊണ്ടുവന്നിട്ടില്ല, വേഗം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് പറഞ്ഞ സമയത്ത്. പക്ഷെ അതെത്തുന്നതിലെടുത്ത് നമ്മൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാമെന്ന് വെച്ചു. ഇപ്പം നേരെ തിരിഞ്ഞെടുക്കുന്നത് ഞാൻ ഫ്രണ്ട് ക്യാമറ ഇട്ടിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ബാക്ക് ക്യാമറ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നില്ല, അല്ലെങ്കിൽ പിന്നെ ഒരാളെ നമുക്ക് എടുത്തു തരാനായിട്ട് വേണം. അപ്പം ഞാൻ കൂടുതലും ഇപ്പം ഫ്രണ്ട് ക്യാമറ ഇട്ടിട്ടാണ് കേട്ടോ എടുക്കൽ. ബാക്ക് ക്യാമറ ഇട്ടിട്ട് എടുത്താലില്ലേ ലാസ്റ്റ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പൊടി ഉണ്ടാവില്ല, മൊത്തം ഞാൻ എഡിറ്റ് ചെയ്ത് കളയാനേ ഉണ്ടാവുള്ളൂ. പിന്നെ ലാസ്റ്റ് വീഡിയോ 2-3 മിനിറ്റ് മാത്രമാണ് ഉണ്ടാകുന്നത് വ്ളോഗ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫ്രണ്ടിലിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ എന്തോ എടുത്ത കൈനെ കൊണ്ട് ചെയ്യും പോലെ തോന്നുന്നത് കേട്ടോ. എനിക്ക് ആദ്യം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച്, പിന്നെ ഇത് നമ്മുടെ ക്ലീനറാണ് കേട്ടോ. ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിൻ്റെ പേര് എന്താണെന്ന് ഓർക്കുന്നില്ല കേട്ടോ ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത്. ഞാൻ കുറേ ആളെ റീൽസ് കണ്ടിട്ട് വാങ്ങിച്ചതാണ്. നല്ലതാണ് കേട്ടോ, നല്ലൊരു സ്മെല്ലും. കാരണം നന്നായിട്ട് ക്ലീനായി കിട്ടുന്നുണ്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗവും കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ ഞാനിതൊക്കെ ക്ലീനാക്കിയിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മയ്യാത്തതുകൊണ്ട് പറഞ്ഞാൽ ഞാൻ കയ്യും ഒക്കെ വേദനയുള്ളതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ അങ്ങനെ ക്ലീനാക്കില്ല. റമിയൊക്കെ തന്നെയാണ്, റമീവിൻ്റെ ഇടയില്ല, ശംറി തന്നെയാണ് ആക്കൽ. പിന്നെ എനിക്കില്ലേ, ഞാൻ തന്നെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാലാണ് കുറച്ചൊരു സന്തോഷവും സമാധാനവും കിട്ടുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് വലിയൊരു പ്രശ്നം തോന്നുന്നില്ല, കൈക്കൊക്കെ വേദന കുറവുണ്ട്. അപ്പം വിചാരിച്ച് മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുക്കുക എന്നുള്ളത്. പിന്നെ എലിയുടെ ഭയങ്കര ശല്യമുണ്ട് കേട്ടോ ഈ സ്റ്റൗവിൻ്റെ അടിയിൽ. നമ്മൾ ബീഫോ ചിക്കനോ എന്തെങ്കിലും ആക്കി കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് വന്നിട്ട് നമ്മൾ സ്റ്റൗവിൻ്റെ അടിയിലിട്ടിട്ട് ഭയങ്കര ശല്യമാണ്. പക്ഷേ കുറേ പ്രാവശ്യം ഞാൻ എലിപ്പെട്ടി നമ്മൾ കെണിയൊക്കെ വെച്ചു, അപ്പോൾ എന്നിട്ടൊന്നും എലിനെ കിട്ടിയിട്ടില്ല കേട്ടോ. അതിനകത്ത് വെച്ച സാധനം തിന്നിട്ട് പോകുന്നു, പക്ഷേ എലി അതിനകത്ത് പെടുന്നില്ല, എന്താണെന്നറിയില്ല. മിഞ്ഞാന്നൊക്കെ ഞാനൊരു പഴം വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എണീക്കുമ്പോഴൊരു പഴമില്ല. എലിയുടെ കെണിപ്പെട്ടി അതേ വെച്ച പോലെ തന്നെ ഉണ്ട് കേട്ടോ. എനിക്ക് വെള്ളമൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ മോട്ടർ ഇട്ട് പിന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഈ വലിയൊരു പാത്രത്തിലിട്ടിട്ട് ചിക്കനൊന്ന് ക്ലീനാക്കി എടുക്കാമെന്ന് വെച്ചിട്ടാ. ഇപ്പം ചിക്കനൊക്കെ എന്താ റേറ്റ് അല്ലേ. പിന്നെ ആദ്യമൊക്കെ ആണെങ്കിൽ 200-300 ഒരു ചിക്കൻ കിട്ടും. ഇപ്പോൾ ഇന്ന് വാങ്ങിച്ച ചിക്കന് 490 രൂപയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ പൈസ ഉണ്ടോ എന്ന് വെച്ചു. അപ്പം ഞാൻ മന്തിയുടെ പീസാക്കിയിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. സാധാരണ ഞാൻ ചിക്കൻ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന പീസില്ലേ അതേപോലെയാണ് ആക്കിയെടുക്കൽ. പക്ഷെ ഇന്നൊരു ആഗ്രഹം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ വലിയ പീസാക്കിയിട്ട് എടുക്കാമെന്ന്. പക്ഷെ എനിക്ക് താല്പര്യം കുറവാണ്. എന്നാലും ഞാൻ ഇന്ന് വലിയ പീസാക്കിയിട്ടാണ് കേട്ടോ. ഒരു 12 പീസാണ് വാങ്ങിച്ചത്. 12-8 എന്നാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ 12 ആക്കിയിട്ടുണ്ടായിരുന്നു വലിയ ചിക്കൻ ആയതുകൊണ്ട്. അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ പുരട്ടി നമ്മൾ അരച്ച ആ സാധനങ്ങളും പിന്നെ മാഗി ക്യൂബും പിന്നെ അതിൻ്റെ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ അതിനകത്ത് കാണിക്കാത്തത് മല്ലിച്ചപ്പും നമ്മളെ ക്യാപ്സിക്കും കുറച്ച് കൂടുതൽ തന്നെ ഇട്ടിട്ട് അതൊന്ന്
അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും മന്തി ഉണ്ടാക്കുന്ന സമയത്ത് ഓവർനൈറ്റ് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മസാലയൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ട് ഇനിയിപ്പോൾ രാവിലെ ആക്കുന്നതാണ് കേട്ടോ. രാത്രി ആക്കുന്നെങ്കിൽ പിന്നെ ഞാൻ പറയാം രാവിലെയെങ്കിലും അതൊന്ന് മസാല പുരട്ടി വെക്കാനായിട്ടും നോക്കുക. നമ്മൾ അപ്പാടന്നെ നമ്മൾ മസാല തേച്ച് അന്നേരം തന്നെ ഫ്രൈ ഈ ചിക്കൻ വേവിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് നമുക്കതിന് ഉപ്പും മുളകൊന്നും പിടിച്ച് കിട്ടൂല. ഞാനെപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ആക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഉച്ചക്കത്തെ ചോറും കറികളും കഴിഞ്ഞ് ഇപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട് കേട്ടോ. സമയം 5:30-6 മണിയായിട്ടുണ്ട്. മഗ്‌രിബിന് മുമ്പേ ഞാനിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ അപ്പം അന്ന് ചെറിയ തീയിൽ അങ്ങനെ നമ്മൾ ചിക്കൻ നന്നായിട്ട് വെന്തോളല്ലോ. അതുപോലെ വലിയ കഷ്ണങ്ങളല്ലേ, പിന്നെ കുറച്ച് സമയങ്ങൾ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനെങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ, തീ നന്നായിട്ട് കുറച്ചിട്ട് അടച്ച് വെച്ച് വെക്കും അവിടെ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഞാൻ വൈകുന്നേരം ചായ വെക്കുന്നതിന് മുമ്പ് തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചായ വെക്കാമെന്ന് വിചാരിച്ചിട്ട്, എന്നാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നമ്മൾ ചായ ഇപ്പുറത്ത് നാന്നുണ്ട്, പിന്നെ കടി ഉണ്ടാക്കണം. ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് നല്ല കറിയൊന്നും ഇല്ലേനു, അപ്പോൾ അതുകൊണ്ട് ചോറൊന്നും നന്നായിട്ട് ആരും വെച്ചില്ല. കാരണം ഇന്ന് ചിക്കൻ മന്തിയുടെ പരിപാടി കൊണ്ട് ഉച്ചയ്ക്ക് നല്ല കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. രാവിലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, കുറച്ച് മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കൂട്ടിയിട്ട് മാജിയൊന്നും ശരിക്കും ചോറ് കഴിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു ചായ വെച്ച് കൊടുക്കാന്ന്. ചായ അപ്പുറത്ത് നാന്നുണ്ട്. ഇപ്പോൾ പിന്നെ എനിക്ക് കടി ഉണ്ടാക്കണം കേട്ടോ. നമ്മുടെ മന്തിയുടെ ചിക്കനൊക്കെ ഇപ്പുറത്ത് വെച്ചിട്ട് ഇതെന്തായാലും ഞാൻ അസർ കഴിഞ്ഞപ്പോൾ വെച്ചിട്ടുണ്ട്. 4-5 മണിയൊക്കെ ആയപ്പോൾ ഇനി എന്തായാലും മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഒന്ന് ശരിയാക്കി എടുക്കണം. പിന്നെ അത് നമ്മൾ ഓയിലൊക്കെ തീർന്നിട്ടുണ്ട് നോക്കുമ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ ദിവസം മുമ്പേ റോളും നമ്മളെ എന്ത് ബോക്സ് എന്നപ്പം പറയാം, റോളാക്കുന്ന പോലെ തന്നെ ബോക്സ് ആക്കിയിട്ട് എടുക്കലില്ലേ, അതേ മസാല തന്നെ അതും കൂടി ഞാൻ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറേ നാളായിട്ട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് തീരാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചും കൂടി ഉണ്ട്, അത് ലാസ്റ്റാണ്. ഇനിയിപ്പോൾ ഇന്നും കൂടി പൊരിച്ചെടുത്താൽ പിന്നെ തീരും. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും റമിയൊക്കെ ഇന്ന് വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു മാജിക്കൊന്ന് ചായ, റമി വരുന്നത്ര വൈകുന്നേരം ആവും. ആദ്യൻ്റെ സ്കൂളൊക്കെ ലിസുവിൻ്റെ ഇസ്ബേബിൻ്റെ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പം ഞാൻ ചായയും ഈ ഒരു കടിയാണ് ആക്കുന്നത്. അയ്യോ ചട്ടി എന്തൊരു കറക്ക ഇറങ്ങിയതല്ലേ. ഞാനിപ്പോഴാണ് കേട്ടോ പിന്നെ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഇനിയും പിന്നെ നിർത്താൻ, എനിക്ക് നിർത്തിക്കഴിഞ്ഞാലേ വോയിസ് കൊടുക്കാൻ പിന്നെയും ആദ്യം തൊട്ടേ നോക്കണം. അതുകൊണ്ട് പിന്നെ ഞാനത് നോക്കിയിട്ടില്ല, എഡിറ്റ് ചെയ്യുമ്പോൾ അത് കണ്ടിട്ടില്ല. ചായയൊക്കെ ആക്കിയിട്ടുണ്ട്. ചായയും നമ്മുടെ റോളും, ഞാൻ റോള് എന്ന് പറയാം, എൻ്റെ പേര് ഓർമ്മയില്ല. അപ്പം എന്ത് പെട്ടിയാന്ന്, ഇറച്ചിപ്പെട്ടിയോ, അങ്ങനെ അതും കൂടെ ആക്കിയിട്ട് മാജിക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ റമി വന്നിട്ടാകുമ്പോൾ ആക്കാൻ വെച്ചു. പിന്നെ ഞാനും എനിക്കുള്ള ചായയും കൂടെ ഇവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിക്കിത് ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ റോളും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ. എരിവുള്ള കടി ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഇസുബേബിക്കും ഇഷ്ടം തന്നെയാണ്. പക്ഷേ ഇസുബേബി അങ്ങനെ ഇവിടെ നിൽക്കുന്നില്ലല്ലോ. ഞാനും ഒരു ഗ്ലാസ് ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ മാജിക്ക് കൊണ്ടു കൊടുക്കട്ടെ. ഞാനും ചായ കൊടുക്കും. എനിക്ക് പിന്നെ കടികളൊന്നും ഇഷ്ടമല്ല കേട്ടോ. വൈകുന്നേരം ഒന്നും അങ്ങനെ ഞാൻ കടി കൂട്ടലില്ല. ആദ്യമൊക്കെ വേണം, ഇപ്പം പിന്നെ കടികളൊന്നും കഴിക്കില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ചോറിനുള്ള കാര്യങ്ങളൊക്കെ മഗ്‌രിബ് കഴിഞ്ഞ് പിന്നെയാണ് കേട്ടോ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഉണക്ക നാരങ്ങയും കറി ലീഫും വലിയ ജീരകം, ചെറിയ ജീരകം, മല്ലി, കുരുമുളക്, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മളെ കറുവാപ്പട്ടിയും ഗ്രാമ്പും ഒക്കെ ഉണ്ട്. നമ്മളെ കറി മസാലയിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും, അതിൻ്റെ കൂടെ ചെറിയ ജീരകവും വലിയ ജീരകവും ഇടുന്നുണ്ട്. പിന്നെ ഏലക്കായൊക്കെ അതിനകത്ത് ഉണ്ടാവുമല്ലോ, ഉണക്ക നാരങ്ങയും അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ മഗ്‌രിബ് കഴിഞ്ഞ് പിന്നെയാണ്. അപ്പോഴത്തേന് നമ്മളെ ചിക്കനൊക്കെ വെന്ത് കിട്ടീനെ. ഞാൻ 5 മണിക്ക് വെച്ചതല്ലോ. പിന്നെ എന്ന് വെച്ചാൽ ചോറ് വെക്കാൻ നേരം വൈകിയെന്ന് വെച്ചാൽ അരി വാങ്ങിയത് വൈറ്റ് റൈസ് ആയിപ്പോയി. വൈറ്റ് റൈസ് വെക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല, വെക്കുന്നത് ഇഷ്ടമല്ല, എന്താണെന്നറിയില്ല. ഫ്രൈഡ് റൈസൊക്കെ ആക്കി കഴിഞ്ഞാൽ പിന്നെയും രസം ഉണ്ടാവും, മന്തി ശരിയാവില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ എന്നിട്ട് മഴയും നല്ല മഴ, വൈകുന്നേരം മാജി അരി വാങ്ങാൻ പോകാൻ പിന്നെ കോട്ടൊക്കെ ഇട്ടിട്ട് പോയിട്ട് വാങ്ങിയിട്ട് വന്ന് മഗ്‌രിബ് കഴിഞ്ഞ പിന്നെയാണ് കേട്ടോ ഞാൻ ചോറിന് അരി ഇടുന്നത്. പിന്നെ വൈകുന്നേരം ഉണ്ടാക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് പിന്നെ എന്തായാലും അരമണിക്കൂർ ഒന്ന് കുതിർന്ന് കിട്ടുകയും വേണ്ടേ. അരി കൊണ്ടുവന്നപ്പം ഞാൻ കുതിരാനിട്ടിട്ട് നിസ്കരിക്കാനൊക്കെ പോയി. നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നേ പിന്നെയാണ് പിന്നെ ചോറ് വെക്കുന്നത്. പിന്നെ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കുറച്ച്. ഈ ഒരു നേറ്റ് പാത്രത്തിലാണ് കേട്ടോ ഒഴിച്ച് വെക്കുന്നത്. കുപ്പിയിലൊക്കെ ആണെങ്കിൽ വേഗം വെളിച്ചെണ്ണയോ ഓയിലാന്നും കൊണ്ട് ചോറും കറിയും വെക്കുന്ന സമയത്തൊക്കെ ഉമ്മ എടുത്തിട്ട് കറിയിലൊക്കെ ഒഴിക്കും, ശമനം ഒഴിക്കും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ തൂക്ക് പാത്രത്തിൽ അങ്ങ് മാറ്റി വെക്കും. വേണം സൺഫ്ലവർ ഓയിൽ അങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കലുണ്ടല്ലോ വെച്ചിട്ട്. അതൊക്കെ വാങ്ങിച്ചതുണ്ടായിന്. പിന്നെ അരിയുടെ മാത്രമാണെന്നൊരു ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ അരിയൊക്കെ കുതിരാനിട്ടിട്ടുണ്ടായിന്. അരമണിക്കൂറൊന്നും ആയിട്ടില്ല, എന്നാലും ഒരു 10-25 മിനിറ്റ് 20 മിനിറ്റോളം ആയിന് കേട്ടോ. വെള്ളം തിളച്ച് വന്നേ പിന്നെ അരി ഇട്ടു. പക്ഷേ ഗ്യാസിൽ തന്നെ ആകുമ്പോൾ വെള്ളം തിളക്കാൻ ഒരുപാട് പണിയാണ്, പെട്ടെന്നൊന്നും തിളച്ച് കിട്ടുകയും ചെയ്യില്ല.
എന്നാൽ തന്നെ ഗ്യാസ് ചെറുതായിട്ടേ കത്തുന്നുള്ളൂ കേട്ടോ. തിളച്ച് വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഈ മന്തിയുടെ അരി ഇടാവുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ ഇട്ട് കഴിഞ്ഞാലില്ലേ പിന്നെ ഒരു എന്താ പറയുക വെള്ളം കവിളിയതുപോലെ ഉണ്ടാവും ചോറിൽ ടേസ്റ്റ് കിട്ടൂല. അങ്ങനെ ചോറൊക്കെ വെന്തതിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ട് അതിൻ്റെ ആ മസാലയിൽ കുറച്ച് മസാല ഉണ്ടാവുമല്ലോ, നമ്മൾ ചിക്കൻ മാത്രം അതിനെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ചോറിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു വൈറ്റ് കളറും ആവില്ല, നല്ലൊരു മസാലയൊക്കെ ആയിട്ട്. എനിക്കെപ്പോൾ മസാലയോടുള്ള ചോറാണ് കൂടുതൽ ഇഷ്ടം. ഇവിടെ എല്ലാവർക്കും അത് തന്നെയാണ് ഇഷ്ടം കേട്ടോ, ആ വൈറ്റ് കളർ ഒന്നും ഇല്ലാതെ മസാല ഇല്ലാത്ത ചോറിനേക്കാളും. പിന്നെ ഞാൻ കുറച്ച് കളറൊരു ഭംഗിക്ക് വേണ്ടി ഇട്ടു വന്നേ ഉള്ളൂ, എല്ലാ ദിവസമൊന്നും ചേർക്കില്ല. പിന്നെ എന്തായാലും ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട് 2 കളറും കൂടെ ചേർത്ത് പിന്നെ പച്ചമുളകൊക്കെ കൊത്തി കൊടുത്തിട്ട് നമ്മൾ ചാർക്കോളൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കളറ് കുറച്ച് ചേർത്ത് കൊടുത്താലില്ലേ അത് മിക്സ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ് ചോറ് കാണാൻ. ഇടയ്ക്കിടയ്ക്ക് ഈ 2 കളറിലൊക്കെ കാണാനായിട്ട്. പിന്നെ എന്താ നമ്മൾ ചിക്കന് വലിയ കഷ്ണം എനിക്ക് വലുതായിട്ട് അങ്ങ് പൊതിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഈ ചിക്കൻ വലിയ കഷ്ണമായത് ഞാനെന്നിട്ട് പറഞ്ഞു ഇനി ഇങ്ങനെ ഞാൻ ഉണ്ടാക്കില്ല, ഞാൻ ചെറിയ ചിക്കൻ കഷ്ണം കിട്ടേ ഉണ്ടാക്കുകയുള്ളൂ എന്ന്. എനിക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് ഇഷ്ടം, അതാണ് ടേസ്റ്റും കേട്ടോ കഴിക്കാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല, ഞാൻ പെരുന്നാളിൻ്റെ സമയത്ത് ഉണ്ടാക്കുമ്പോഴും ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കലില്ലോ. അങ്ങനെ ഇതാ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഡീറ്റെയിൽഡ് വീഡിയോ സാധാരണ ലോങ് വീഡിയോ അല്ലല്ലേ കൊടുക്കൽ, ഞാൻ മറ്റേ ഷോർട്ട്സിലാണ് കേട്ടോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അതായത് നമ്മൾ ചാർക്കോളൊക്കെ കത്തിച്ച് അതിൻ്റെ മുകളിൽ ഒരു കനമുള്ളൊരു സാധനമൊക്കെ വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി മന്തി കഴിക്കട്ടെ, എല്ലാവർക്കും ഒന്ന് വിളമ്പി കൊടുക്കട്ടെ. പിന്നെ ഒരുപാട് വീഡിയോ ഒന്നുമില്ല, ഇന്നാ ക്ലീനിങ്ങും മന്തിയുടെ വീഡിയോസും മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതന്നെ 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ. എഡിറ്റ് ചെയ്ത് ഇത്ര ആക്കിയാണ്. കാരണം ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്ന സമയത്തിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതിനുള്ള ഹൈപ്പ് എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് അമർത്തിയിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം മറക്കരുത് കേട്ടോ. പിന്നെന്താ ഇത്രയേ ഉള്ളൂ. മന്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, തക്കാളി ചട്നി എടുത്ത് വെച്ചിട്ടുണ്ട്, മയോനീസ് ഇതൊക്കെ ആക്കിയിട്ട് ഇതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇതൊക്കെ ടേബിളിൽ കൊണ്ടുവച്ച് കഴിയുമ്പോൾ തന്നെ ഷെറമി